ടെൻഷൻ കുറച്ച് മാറി അത് മനസ്സിലാവും. അത് കാരുണ്യം പോലുന്ന സ്നേഹസ്വരൂപാനി കാലിണ കൈവണങ്ങുന്നു ഞങ്ങൾ. വായുവും വെള്ളവും മണ്ണും ആകാശവും തീയും നിന്റെ അനുഗ്രഹങ്ങൾ. നല്ലതേ തോന്നാവൂ, നല്ലതേ ചൊല്ലാവൂ, നല്ലതേ ചെയ്യാവൂ നിൻ കൃപയാൽ. ഇന്നും അതിനുള്ള ബുദ്ധിയും ശക്തിയും തന്നരുളിടണേ തമ്പുരാനേ. പൂഴിതരേലും പൂർണേന്ദു തന്നിലും ഈഴയാമെന്നൂടെ നാവെങ്കിലും നാദമായി ബിന്ദുവായി ജീവനിൽ നിന്നിടും ജ്യോതിർമയായി നിന്റെ കാരുണ്യത്താൽ. കാരുണ്യം പോലുന്ന സ്നേഹസ്വരൂപാനി കാലിണ കൈവണങ്ങുന്നു ഞങ്ങൾ. വായുവും വെള്ളവും മണ്ണും ആകാശവും തീയും നിന്റെ അനുഗ്രഹങ്ങൾ. ശ്രീധര തൃപ്പെരുന്നയമരും ശ്രീ പത്മനാഭ പ്രഭോ വന്ദേ ശ്രീഹരി പാർവതി പ്രിയസുതം ആചാര്യദേ മംഗളം. വന്ദേ ഭാരത കേസരീന്ദ്ര സുമദേ കാരുണ്യവാരാനിധേ. വന്ദേ ഹൃദ്ഗട പത്മമധ്യ സുലസൽ ആചാര്യ തുഭ്യം നമഃ. ആചാര്യ തുഭ്യം നമഃ. മുമ്പോട്ട് വെച്ചിരുന്നെങ്കിലും അപ്പോഴൊക്കെ നമ്മൾ ഓണാഘോഷത്തിൽ ഒതുങ്ങേണ്ട ഒരു അവസ്ഥ എത്തിച്ചേർന്നു. കാരണം പല കാരണങ്ങളുണ്ട്. കാരണം നമുക്ക് സൗകര്യക്കുറവ്, സ്ഥലം, ആളുകൾ എത്തിച്ചേരുന്ന പേടി, പിന്നെ എല്ലാവർക്കും യോജിക്കുന്ന ഒരു സമയം, ഇങ്ങനെയൊക്കെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ മാറ്റിവെക്കാൻ പക്ഷെ പോലും സാധിക്കാത്തൊരവസ്ഥയാണ്. അപ്പൊ ഇത് വിഭജിക്കാനുള്ള വല്ല യൂണിയൻ വനിതാ സമാജം ഭരണസമിതി അംഗമാണ് നമ്മുടെ ഇവിടുത്തെ വനിതാ സമാജം പ്രസിഡന്റാണ്. അതുപോലെ ശ്രീമതി രാജേഷ ശശിധരൻ ഇവിടുത്തെ വനിതാ സമാജം സെക്രട്ടറിയാണ്. രണ്ടുപേരെയും ഈ ചടങ്ങിലേക്ക് ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് ആളുകളെ കൂടെ സൂചിപ്പിച്ചുകൊണ്ട് പാക്കം കരയോഗത്തിന്റെ ഭാരവാഹികളായിട്ട് പ്രസിഡന്റ് എടുത്തിട്ടുണ്ട്. കണ്ണമ്പേൽ കരയോഗം NSS കരയോഗം സെക്രട്ടറി ട്രഷറർ, വനിതാ സമാജം സെക്രട്ടറി, പ്രസിഡന്റ്, മറ്റ് നാട്ടുകാരെ, കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, എന്റെ നമസ്കാരം. കണ്ണമ്പേൽ NSS കരയോഗത്തിന്റെ സംഘടിപ്പിക്കുന്ന പ്രഥമ കുടുംബ സംഗമത്തിന്റെ അധ്യക്ഷനാവാൻ കഴിഞ്ഞതിൽ ഞാൻ ഏറെ അഭിമാനിക്കുകയാണ്. ദീർഘകാലം പ്രവാസിയായിരുന്ന എനിക്ക് NSSന്റെ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഇടപെടാൻ സാധിച്ചിരുന്നില്ല. എങ്കിലും എൻ്റെ ചെറിയ കാലയളവിനുള്ളിൽ ഞാൻ എപ്പോഴും എല്ലാത്തിനും സഹകരിച്ചിട്ടുണ്ട്. ഇനിയും സഹകരിക്കും. ഇനിയും പ്രസിഡന്റായ നേരത്തെ എന്തായാലും 3 കൊല്ലത്തേക്ക് എനിക്കത് ചെയ്തേ മതിയാവും. അടുത്തത് പറ്റുമെങ്കിൽ നോക്കാം. പിന്നെ പൊതുവെ നമ്മൾ സ്വാഭാവികമായും ആ ഒരു പരാതി അല്ലെങ്കിൽ ഒരു സങ്കടം കരയോഗത്തിന്റെ ഭാരവാഹികളെ സൂചിപ്പിച്ചപ്പോ അതിലൊരു വസ്തുതയുണ്ട്. നമ്മളിവിടെ നോക്കിയാൽ പോരെ എന്ന് വെച്ചിട്ട് വന്നവര് പുരുഷന്മാരല്ല എന്നല്ല അതിന്റെ അർത്ഥം. അവരുടെ എണ്ണം കുറവാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഒന്ന് ആത്മപരിശോധന നടത്തി നോക്കൂ. നമ്മുടെ വീടുകളിൽ നിന്ന് എത്ര പേര് വന്നിട്ടുണ്ട്? നമ്മുടെ വീടുകളിൽ നിന്ന്, അയൽ വീടുകളിൽ നിന്ന് എത്രയൊക്കെ വീടുകളിൽ നിന്ന് പുരുഷന്മാര് വരാതെ അമ്മമാര് മാത്രം കരയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്? എന്തുകൊണ്ട് എന്ന് നമ്മൾ പരിശോധന നടത്തണ്ടേ? എന്തുകൊണ്ട് എന്ന പരിശോധന നമ്മൾ നടത്തുമ്പോൾ നമ്മൾക്ക് ബോധ്യപ്പെടും എന്താണ് നായർ സർവീസ് സൊസൈറ്റി, എന്താണ് NSS കരയോഗം എന്നതിനെ കുറിച്ച് നമുക്ക് ബോധ്യമില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണമെങ്കിൽ നിങ്ങൾ കരയോഗത്തിൽ ഒന്ന് വന്നു നോക്കണം. കരയോഗത്തിന്റെ പരിപാടികളിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ, കരയോഗത്തിന്റെ പരിപാടികളിൽ വെച്ച് എന്താണ് നായർ സർവീസ് സൊസൈറ്റി എന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും, വരാത്തവര് തിരിച്ചറിയും ഈ കരയോഗത്തിൽ ഞങ്ങൾ ഒരുപാട് കാലം മുമ്പേ പോകേണ്ടതായിരുന്നു എന്നവര് തിരിച്ചറിയും. ആ തിരിച്ചറിവ് അവർക്കുണ്ടാകണമെങ്കിൽ അവരോട് എപ്പോഴെങ്കിലും ഒന്ന് വന്നു കിട്ടണ്ടേ നമുക്ക്? ആ വന്നു കിട്ടാത്തതിലുള്ള സങ്കടമാണ് കരയോഗത്തിന്റെ ഭാരവാഹികൾ സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു
31-ാം തീയതി പത്മനാഭൻ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട അമ്മ മന്നത്ത് പാർവതിയമ്മ കൊളുത്തിവെച്ച വജ്രദീപത്തിന്റെ മുമ്പിൽ നിന്ന് 14 പേര് പ്രതിജ്ഞ എടുത്തുകൊണ്ട് രൂപീകരിച്ച സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന് നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ സംഘടന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്തിനു വേണ്ടിയാണ് രൂപീകരിച്ചത്, ആ സംഘടനയുടെ ഉദ്ദേശം എന്താണ്, അതിന്റെ ലക്ഷ്യം എന്താണ്, ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് എന്ന് ആരെങ്കിലും പഠിച്ചു വെച്ചിട്ടുണ്ടോ? എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന നമ്മുടെയൊക്കെ പുരോഗമന ആശയത്തിൽ നമ്മളൊക്കെ ആകൃഷ്ടരായി നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും സാമൂഹ്യമായ മറ്റു സംഘടനകളെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചതുപോലെ ഒരു സംഘടന നായർ സർവീസ് സൊസൈറ്റി, അതിന്റെ കുറെ നേതാക്കന്മാര്, കുറെ ആൾക്കാര് അവരുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സംഘടന എന്ന നിലയിലേക്ക് നായർ സർവീസ് സൊസൈറ്റിയെ വിലയിരുത്തുന്നു. നായർ സർവീസ് സൊസൈറ്റി അത്തരത്തിലുള്ള ഒരു സംഘടനയല്ല. ഇന്ന് ഏഷ്യ വൻകരയിലെ അല്ലെങ്കിൽ ഒരു വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഒരു ഗവൺമെന്റ് ഇതര ഏജൻസി നടത്തുന്ന അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഇതര സംഘടന എന്ന നിലയിൽ ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന നായർ സർവീസ് സൊസൈറ്റി എന്ന് എത്ര പേർക്ക് അറിയാം? നമ്മളൊക്കെ ഇത് ബാക്കി എല്ലാ സംഘടനയെ പോലെ നമ്മൾ വിലയിരുത്തുകയാണ്, രാഷ്ട്രീയ പാർട്ടികളെ പോലെ മറ്റ് സംഘടനകളെ പോലെ നമ്മളെ വിലയിരുത്തുകയാണ്. അതല്ല, അതിനപ്പുറത്താണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ഉദ്ദേശം, അതിനപ്പുറത്താണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ലക്ഷ്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 1914 നായർ സർവീസ് സൊസൈറ്റി രൂപീകരിക്കുന്നത്. 1914 നായർ സർവീസ് സൊസൈറ്റി രൂപീകരിക്കുമ്പോൾ കേരളത്തിന്റെ അതിർത്തിക്കകത്താണ് നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് വിഭാവനം ചെയ്തത്. അന്ന് കേരളമില്ല. ആ കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് ഐക്യ കേരളം എന്ന് പറയുന്ന സങ്കല്പം ഈ രാജ്യത്തേക്ക്, ഈ സംസ്ഥാനത്തിന് ആ ഒരു സങ്കല്പം മുന്നോട്ട് വെച്ച പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി. ആർക്കെങ്കിലും അവകാശപ്പെടാൻ പറ്റുമോ? ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഇവിടുത്തെ ഏതെങ്കിലും ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഐക്യ കേരളം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ കുറിച്ച് ഒരു ആലോചന അവരുടെ മനസ്സിലേക്ക് വരുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 1914 തന്നെ ഐക്യ കേരളം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഈ രാജ്യത്തിന് മുമ്പ് പ്രദാനം ചെയ്ത സംഘടന നായർ സർവീസ് സൊസൈറ്റി. അതൊരു ചെറിയ സംഘടനയല്ല. തൊഴിലായ്മ ചെയ്ത സമുദായമാണോ നായർ സമുദായം? കേരളത്തിലെ സാമൂഹ്യ ചുറ്റുപാടുകളിൽ, സാമ്പത്തിക ചുറ്റുപാടുകളിൽ, വിദ്യാഭ്യാസ മേഖലയിൽ ഏതെങ്കിലും തൊഴിലായ്മകൾക്ക് നേതൃത്വം കൊടുത്ത സമുദായമാണോ? എന്താ നയന്മാരെ നിങ്ങൾക്ക് ആക്ഷേപിക്കാൻ? നായർ സമുദായത്തിൽ പിറന്നു എന്നുള്ളതിന്റെ പേരിൽ അവരെ നിങ്ങൾ എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു എന്ന് ചോദിക്കാൻ നമുക്കെങ്കിലും സാധിക്കണ്ടേ? കരിയോഗക്കാർക്ക് സാധിക്കണ്ടേ? എന്റെ സമുദായത്തെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്, അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. കേരളത്തിൽ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനം നായർ സമുദായമാണ്. എന്റെ സമുദായമാണ്, എന്റെ പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന് ഒരു മടിയുമില്ലാതെ പറയാൻ നമുക്ക് സാധിക്കും. അവകാശം കിട്ടിയത് 1986 ഓർമ്മയുണ്ടോ? 1984 ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് 1986 18 വയസ്സ് പൂർത്തിയായ ഒരു ഇന്ത്യൻ പൗരന് വോട്ടവകാശം നൽകിയത്. നായർ സർവീസ് സൊസൈറ്റി എപ്പോഴാണ് 18 വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് വോട്ടവകാശം നൽകിയെന്നറിയോ നിങ്ങൾക്ക്? 1926 അതിന്റെ ഭരണഘടന നിലവിൽ വന്ന ആ ദിവസം മുതൽ നമ്മുടെ ഭരണഘടന, നിങ്ങളുടെ കരിയോഗത്തിനുണ്ട് ഒരു ഭരണഘടന, ആ ഭരണഘടനയിൽ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. 18 വയസ്സ് പൂർത്തിയായ നായർ സമുദായത്തിലെ 18 വയസ്സ് പൂർത്തിയായ സ്വയം ബുദ്ധിയുള്ള എല്ലാവർക്കും അവകാശമുണ്ട്. എപ്പോഴാണത്? 1926. ഇന്ത്യക്ക് എപ്പോഴാണ് 18 വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടവകാശം നൽകിയത്? 1986. 60 വർഷം മുമ്പേ നടന്ന പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി. ഐക്യ കേരളം, കേരളത്തിലുണ്ടായത്, കേരളം ഐക്യ കേരളമായി രൂപാന്തരപ്പെട്ടത് 1986. 1914 തന്നെ ഐക്യ കേരളം എന്ന് പറയുന്ന സന്ദേശം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സങ്കല്പം കേരളത്തിൽ മുന്നോട്ട് വെച്ചത് നായർ സർവീസ് സൊസൈറ്റി. ഐക്യത്തിനെതിരെ ശബ്ദമുയർത്തിയത് നമ്മുടെ ഇടതുപക്ഷ വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. വിപ്ലവ പ്രസ്ഥാനങ്ങളൊക്കെ ഇന്ത്യയിൽ, കേരളത്തിൽ ജന്മമെടുത്തത് 1930-കൾക്ക് ശേഷമാണ്. 1930-കൾക്ക് ശേഷമാണ്. ഏതാണ്ട് 1940-ഓടുകൂടിയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമൊക്കെ ഉണ്ടായത്. വൈക്കം സത്യാഗ്രഹം നടന്നത് 1920-കളിലാണ്.
608 ദിവസക്കാലം വൈക്കം ക്ഷേത്രത്തിന് മുൻപാകെ സമരം നടത്തിയത് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ, DK മാധവന്റെ നേതൃത്വത്തിൽ, K കേളപ്പന്റെ നേതൃത്വത്തിൽ. ആരാണ് K കേളപ്പൻ? നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ആരാണ് മന്നത്ത് പത്മനാഭൻ? നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി. അവരുടെ നേതൃത്വത്തിലാണ് വൈക്കത്ത് സത്യാഗ്രഹം നടത്തിയത്. എന്തിനാ വൈക്കം സത്യാഗ്രഹം? എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിന്റെ തിരുനടയിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശം വേണം. ക്ഷേത്രത്തിൽ ആരാധന നടത്താനുള്ള അവകാശം വേണം. എപ്പോഴാണ്? 1921. എപ്പോഴാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായത്? 1935 36 അല്ലെങ്കിൽ 1930 ശേഷം. ഞാൻ അവരെ എഴുതി കാണിക്കുന്നതല്ല. കേരളത്തിൽ ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക്, ഇന്ന് കാണുന്ന മാറ്റങ്ങൾക്കൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സംഭാവനയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവരോട് യോജിച്ചു പോകാൻ നായർ സർവീസ് സൊസൈറ്റിക്ക് ഒരു മടിയുമില്ലാത്തത്. ഇടതുപക്ഷ പ്രസ്ഥാനവുമായി നായർ സർവീസ് സൊസൈറ്റിക്ക് നല്ല ബന്ധമാണുള്ളത്. കാരണം എന്താ? അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, നായർ സർവീസ് സൊസൈറ്റി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്നു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അല്ലാതെ എല്ലാവരെയും സമന്മാരായി കാണണം എന്ന് പറയുന്ന ആശയം, അത് തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ആശയമാണ് നമ്മുടെ ആശയം. ജാതിയുടെ പേരിൽ ആരെങ്കിലും മാറ്റി നിർത്തരുത് എന്ന് പറയുന്ന ആശയവുമായി അവരും യോജിച്ചു പോകുന്നു. അതുകൊണ്ട് അവരോട് നമുക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ വസ്തുതകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, നിങ്ങളല്ല ഞങ്ങളാണ് ഇതിന്റെ അവകാശികൾ എന്ന് പറയുമ്പോൾ, വസ്തുതാപരമായി നമുക്ക് സംസാരിക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് 1921 നടന്ന വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്നത് മന്നത്ത് പത്മനാഭനും DK മാധവനും K കേളപ്പനും അടങ്ങുന്ന ആൾക്കാരാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടി വരുന്നു. നായർ സമുദായ അംഗങ്ങൾ ഉയരും, നമ്മുടെ സമുദായങ്ങൾ ശക്തി പ്രാപിക്കും. അതോടൊപ്പം ആ ഭർത്താവും അച്ഛനും മക്കളും ഒക്കെയായ പുരുഷന്മാരും ശക്തരായി മാറും. ഏതൊരു കുടുംബത്തിന്റെയും അടിസ്ഥാനം അമ്മയാണ്, സ്ത്രീയാണ്. അതുകൊണ്ടാണ് ആദ്യ ഗുരു അമ്മ എന്ന് നമ്മൾ പറയുന്നത്. ആ അമ്മ എപ്പോഴാണോ മൂല്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ തുടങ്ങിയത്, അവിടെ വെച്ച് നമ്മുടെയൊക്കെ നാശങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. നായർ സർവീസ് സൊസൈറ്റിയും അമ്മയും അല്ലെങ്കിൽ കുടുംബവും തമ്മിൽ എന്ത് ബന്ധമെന്ന് ചോദിച്ചാൽ, നായർ സർവീസ് സൊസൈറ്റിയുടെ കുടുംബ സംഗമങ്ങളിൽ കൂട്ടായ്മകൾ ഉണ്ടാകണം, ശക്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം, പരസ്പരം സൗഹൃദങ്ങൾ പങ്കിടണം, ബന്ധങ്ങൾ ഉണ്ടാകണം. ദൃഢതകൾ നഷ്ടപ്പെട്ടു പോകുന്ന, ബന്ധത്തിന്റെ ദൃഢത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. നമ്മൾ കുട്ടികളൊക്കെ വഴിപിഴച്ചു പോകുന്നു എന്ന്, അല്ലെങ്കിൽ വഴിതെറ്റി പോകുന്നു എന്ന് പരിതപിക്കുന്ന ഒത്തിരിയേറെ മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴേക്കും ഞാൻ യാഥാർത്ഥ്യബോധത്തോട് ചിന്തിച്ചത്, മക്കളല്ല വഴിപിഴക്കുന്നത്, പിഴപ്പിക്കുന്നത് മാതാപിതാക്കളാണ് എന്നാണ്. ഇവിടെ ഇരിക്കുന്ന പല അമ്മമാരും അച്ഛന്മാരും അതിനോട് യോജിക്കാൻ സാധ്യതയില്ല എന്ന് മുഖത്ത് നോക്കി തന്നെ എനിക്ക് പറയാൻ പറ്റും. അങ്ങനെയൊന്നുമല്ല വക്കീൽ പറയുന്നത് തെറ്റാണ്. ഞാനൊരു ഉദാഹരണം പറയാം. കൊറോണ എന്ന് പറയുന്ന മഹാമാരി നടന്ന കാലഘട്ടം, നമ്മൾ വീട്ടിൽ മാത്രം ബ്ലോക്ക് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ വീട്ടിൽ മാത്രം ഇരുന്നൊരു കാലഘട്ടം. ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തൊട്ടടുത്ത് എൻ്റെ കൂടെയുള്ള ഒരു അഭിഭാഷകനുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വൈകുന്നേരം പോലീസിൽ നിന്ന് കണ്ടുപിടിച്ച് വീട്ടിലേക്ക് ഒന്ന് ഇറങ്ങി വർത്താനൊക്കെ പറയാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീടിന്റെ നടുത്തളത്തിൽ വെച്ചുകൊണ്ട് എൻ്റെ മകന്റെ പ്രായമായ കണ്ണൻ എന്ന് ഞാൻ വിളിക്കാറുള്ള കുട്ടി, അദ്ദേഹത്തിന്റെ കുറെ കളിപ്പാട്ടങ്ങൾ, കാറടക്കമുള്ള കുറെ കളിപ്പാട്ടങ്ങൾ നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഇലക്ട്രോണിക് സ്ഥാപനത്തിന്റെ വലിയ TV ഒക്കെ കൊണ്ടുവരുന്ന വലിയൊരു ബോക്സിലേക്ക് ഇടിച്ച് കെട്ടി വലിച്ച് അച്ഛൻ കിടക്കുന്ന റൂമിലെ കട്ടിലിനടിയിലേക്ക് തിരികെ കയറ്റുന്ന ഒരു രംഗവും കണ്ടുകൊണ്ടാണ് ഞാൻ കയറി വന്നത്. ഞാൻ അവരോട് ചോദിച്ചു, എന്തൊക്കെയാണ് കളിച്ചൂടെ, കളിക്കാനുള്ളതല്ലേ കളിപ്പാട്ടങ്ങൾ? ആ കുട്ടി എന്നോട് പറഞ്ഞു, അമ്മ പറഞ്ഞു വല്യച്ഛനും മക്കളും വരുന്നുണ്ട്, ഒറ്റൊന്ന് കൊടുക്കാൻ പാടില്ല, ഒളിപ്പിച്ചു വെച്ചു എന്ന്. നിസ്സഹായനായ നിഷ്കളങ്കനായ മനുഷ്യൻ, ഒരു കുട്ടി തന്റെ കൂടെയുള്ള വല്യച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ ജ്യേഷ്ഠൻ, അങ്ങനെയല്ലേ ഇവിടെ അത് തന്നെയാണല്ലോ വല്യച്ഛന്റെ മക്കള്. പണ്ട് 40 പേർ ഒന്നിച്ച് താമസിച്ചിരുന്നിടത്ത് അടുക്കളയിൽ ദോശക്കായി ക്യൂ നിന്ന 40 പേരിൽ ഒരാളായിരിക്കാം ഈ വല്യച്ഛൻ, കൂട്ടുകുടുംബമാണെങ്കിൽ. പക്ഷേ ഈ പറയുന്ന അണുകുടുംബത്തിൽ തന്റെ വല്യച്ഛനും മക്കളും വരുന്നുണ്ട്, ഒറ്റന്ന് പോലും കൊടുക്കരുത്, ഒളിപ്പിച്ചു വെച്ചോ എന്ന് ആദ്യമായി ഈ പറയുന്ന നിഷ്കളങ്കമായ സ്വാർത്ഥതയില്ലാത്ത മനുഷ്യന്റെ മനസ്സിലേക്ക് അടിച്ചു കയറ്റിയത് ആ കുട്ടിയല്ല, ആ അമ്മയാണ്. അവനോട് പറയേണ്ടത്, നീ മറ്റുള്ളവർക്ക് കൊടുക്കണം. നമ്മളൊക്കെ വീട്ടില് രാവിലെ ബാലോദ്വഹനത്തിന് പോകുന്ന മക്കളുണ്ടാവും ഇല്ലേ, സ്കൂളിലേക്ക് വലിയ കെട്ടൊക്കെ കെട്ടി ഓട്ടോറിക്ഷ വരാൻ വേണ്ടി അല്ലെങ്കിൽ ബസ് വരാൻ വേണ്ടി ഗേറ്റിന്റെ മുമ്പിൽ എത്തുമ്പോ കയറാൻ പോകുമ്പോൾ പിറകിൽ നിന്ന് അമ്മമ്മയോ അച്ചാച്ചന്മാരോ, കാരണം മക്കളെ ഉണ്ടാക്കൽ ഇപ്പൊ ഞങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാർക്ക് പണിയില്ല, വളർത്തൽ അച്ഛനച്ഛനോ അച്ഛമ്മക്കോ നമ്മുടെ നാട്ടിലൊക്കെ. കാരണം മക്കളെ പണി കിട്ടി, ബാക്കി മക്കളെ നോക്കലായിരിക്കും അമ്പാപ്പന്മാരുടെ പണി. അവർ
സാധനത്തിന് നമ്മുടെ മക്കളെ കെട്ടി വിളിച്ച് ഈ പറയുന്ന ഗേറ്റിന് മുമ്പിലെത്തി വണ്ടി കയറുമ്പോൾ വിളിച്ച് പറയും, മോനെ എന്താ പറയാ, ചോറിന്റെ ഉള്ളിൽ ഒരു സാധനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ആർക്കും കൊടുക്കാൻ പാടില്ല, ഒറ്റയ്ക്ക് തിന്നണം. നിങ്ങൾ എത്ര വിമർശിച്ചാലും ശരി, ആർട്ട് ഓഫ് പാരന്റിംഗ് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം എടുക്കാൻ പോകുന്ന സമയത്ത് എന്നോട് ചോദിച്ച ഒരു അമ്മയോട് ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു, പറഞ്ഞു സാറേ ഞാൻ നിർത്തി പരിപാടി പോകും. കാരണം പങ്കിട്ട് കൊടുത്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യരാണ് ഞാനും നിങ്ങളൊക്കെ. ഞാൻ ഇവിടെ വന്നതും ഒരു നാട്ടിൻ പ്രദേശമാണ്. ഞാൻ വളർന്നതും നടുവിൽ എന്ന് പറയുന്ന കണ്ണൂർ തളിപ്പറമ്പിൽ നിന്ന് 21 കിലോമീറ്റർ ദൂരെയുള്ള നടുവിൽ എന്ന് പറയുന്ന ഒരു സാധാ നാട്ടിൻ പ്രദേശമാണ്. ആ നാട്ടിൽ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അമ്മമ്മയ്ക്ക് ആദ്യമായി നാട്ടിലെ വീട്ടുവളപ്പിൽ ആദ്യമായി ഒരു പ്ലാവിൽ ചക്ക ഉണ്ടായാൽ ആ ചക്ക കൊണ്ടുവന്ന് വടക്കോറം അല്ലെങ്കിൽ പറയ വശത്ത് ഒലക്കോടിൽ വെച്ചുകൊണ്ട് 10-15 കഷ്ണം പാണ്ട എന്ന് പറയും ഞങ്ങളുടെ നാട്ടില്, കഷ്ണങ്ങളാക്കി അപ്പുറത്തെ ദച്ചൂന് കൊടുക്കും, കാർത്യായനിക്ക് കൊടുക്കും, ത്രേസ്യാമക്കും കൊടുക്കും, നബീസക്കും കൊടുക്കും. നബീസയോട് കാർത്യായനിനെ പറ്റി കുറ്റം പറയും, കാർത്യായനിയോട് നബീസയോടും പറയും. അത് നമ്മുടെ സ്വഭാവമാണ്, അത് മാറ്റാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ആ പരസ്പര സ്നേഹത്തിന്റെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീടുകളിൽ ബാക്കിയുണ്ടെങ്കിൽ പോലും കൊടുക്കരുതെന്നും അത് മറ്റുള്ളവർക്ക് നൽകരുതെന്നും മക്കളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ഞാനും നിങ്ങൾ. അത് ഞാനും വിടുന്നു. പക്ഷെ ഈ സമൂഹത്തിൽ പങ്കിട്ടു കൊടുക്കാൻ പഠിക്കാത്ത അല്ലെങ്കിൽ പരസ്പരം പങ്കുവെക്കുവാൻ സാമാന്യ ബോധം, മൂല്യബോധം പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്ത അമ്മ, ആധ്യാത്മികമായ പഠന കേന്ദ്രം നായസവി സൊസൈറ്റി ആരംഭിച്ചത് എന്തിനാ NSS ആധ്യാത്മികത എന്ന് ചോദിച്ച എത്രയോ പേരുണ്ട്. ആധ്യാത്മികത എന്ന് പറയുന്നത് ഭക്തിയല്ല. ആധ്യാത്മികത എന്ന് പറയുന്നത് ഏറ്റവും നല്ല മനുഷ്യനായി ഈശ്വര തുല്യം ജീവിക്കുവാൻ എന്താണ് വേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് ആധ്യാത്മിക ശാസ്ത്രം, സ്പിരിച്വാലിറ്റി. അതിനെ നാം വേർതിരിക്കുന്നു. ഭക്തിയുമായി കൂട്ടിയിണക്കിക്കൊണ്ട് ഇല്ലാത്ത വർഗീയതകളും അന്ധവിശ്വാസങ്ങളും നമ്മുടെ ജീവിതങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന ആധ്യാത്മികതയെ തിരിച്ചറിയുവാൻ സാധിക്കാതിരുന്നത്. കരയോഗത്തിന്റെ വനിതാ സമാജം പ്രസിഡന്റ് ശൂന്യതയിലാണ്. ആ ശൂന്യത എന്തുകൊണ്ട് ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പോ ഇവിടെ നമ്മളുടെ കരയോഗത്തില് കർണാടകൻ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തില് പങ്കെടുത്തു എന്ന് പറയുന്നത് പോലെ ഇന്ന് വളരെ സന്തോഷത്തോടെ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ മന്നത്ത് ആചാര്യനെ കണ്ട് അനുഗ്രഹം നേടിയവരിൽ ഉണ്ടോ എന്ന് സംശയമാണ്. കണ്ടിട്ടുണ്ടോ?